ഹേ ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഒരു വിസിറ്റിന് പോവാണ്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ടെസ്റ്റിംഗ് സ്ഥലത്ത് പോവാം, കടവന്തര. നമ്മുടെ ബസ്സിനുള്ളിൽ നേഹ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതൊക്കെ പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പേര് വീട്ടിൽ പോകുന്നുണ്ട്. ആൻഡ് ഐ ആം വൺ ഓഫ് ദം. അപ്പം വീട്ടിൽ പോവും. അങ്ങനെ ലൈക്ക് ഇറ്റ് വിൽ ബി എ ലോങ് വ്ലോഗ് ഐ ഗെസ്. പിന്നെ എങ്ങനെയാണ് അവിടെ വീഡിയോ ലോഡാണോ എന്നൊന്നും അറിയില്ല. ബട്ട് ദെൻ ഇറ്റ്സ് ജസ്റ്റ് എ ട്രൈ. അപ്പം പോകുന്ന വഴിക്കൊക്കെ കാണാം. ഒടുക്കത്തെ അറ്റ്യൂഡാണ്. അപ്പൊ ഈ ഒരു പടത്തിന് ക്ലൈമാക്സിൽ അങ്ങനെ ഒരു മാസ സീനുണ്ട്. നമ്മളെ പോലെ തന്തയില്ലാത്തവള തുമ്പകളിൽ തുമ്പി വന്നു തൊട്ടു തൂവോ നാടത്താൽ കണ്ണു പൊത്തിയോ വിസിറ്റ് കഴിഞ്ഞ് മിക്ക ആൾക്കാരും വീട്ടിൽ പോകുന്നുണ്ട്. ഡാൻസും പാട്ടും ഒക്കെ ആദ്യമേ എത്തുന്ന സമയത്ത് തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ കടവന്തരയിലുള്ള കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ വിസിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടോക്സിക്കോളജിയിൽ ഇങ്ങനെ പല ടോക്സിക് സബ്സ്റ്റൻസിനെ പറ്റിയിട്ടും പിന്നെ പൊല്യൂഷൻസിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുമല്ലോ, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളും. അപ്പം ഇവിടെ മെയിൻലി പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല മഴയായിരുന്നു, എല്ലാവരും നനഞ്ഞ് ആകെ. പുറത്ത് മഴയാണെങ്കിൽ ഉള്ളിൽ നല്ല ചൂടായിരുന്നു. ബസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം ചൂട് ഫീൽ ചെയ്തു. അപ്പം നമ്മളിനി ഇവിടെ എന്താ കാണാൻ പോണെന്നൊന്നും അറിയില്ല. എയർ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചു പോവാം. പോയിട്ട് വരാം. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെന്ന്. അപ്പം അങ്ങനെ നമ്മൾ എയർ ലാബിലും പിന്നെ റിവർ വാട്ടർ പൊല്യൂഷനിൽ വരുന്ന അവിടെ, പിന്നെ ആൻറ്റിബയോട്ടിക്സ് കാരണം വരുന്നത് AMR, പിന്നെ മൈക്രോബിയൽ ഇത് കാരണം വരുന്ന ഗ്യാസ് ക്രോമറ്റോഗ്രഫി, ഇങ്ങനെ പല സെക്ഷനായിട്ടായിരുന്നു കേട്ടോ. ഇവിടെ നല്ല വെൽ ഓർഗനൈസ്ഡ് ആൻഡ് അറേഞ്ച്ഡ് ആയിരുന്നു. ആൻഡ് അവർ നമുക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതും നല്ല രീതിയിലായിരുന്നു ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഇടയ്ക്ക് ഒരു ഷിപ്പ് ആക്സിഡൻറ്റ് ഉണ്ടായില്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് കണ്ടെയ്നേഴ്സിൽ നിന്ന് കിട്ടിയ സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ടീ ബ്രേക്കായി. ടീ ബ്രേക്കിന് നമുക്ക് കഴിക്കാൻ കുക്കിയുണ്ട്, കോഫിയുണ്ട്. കോഫിയുടെ നല്ല മണമുണ്ട്. നല്ല നല്ല മണമുണ്ട് കോഫിക്ക്. നല്ല ആകെ സൈലന്റ്, എന്താ അറിയില്ല. ഞാൻ ഇന്ന് വീട്ടിൽ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. മേത്ത് കോഫി കളഞ്ഞു. നിഷ്കളങ്കമായ മനസ്സിനെ നോവിച്ചു കിട്ടും ഈ സ്ത്രീ, ഈ വഞ്ചകയായ സ്ത്രീയെ നോവിച്ചു. ഓക്കെ, അപ്പം നമ്മളിപ്പം വിസിറ്റ് കഴിഞ്ഞിറങ്ങി. നല്ല ഇൻട്രസ്റ്റിംഗ് ഇതായിരുന്നു. നല്ലതായിരുന്നു. ലൈക്ക് നമ്മൾ കുറേ ലാബും കാര്യങ്ങളൊക്കെ കണ്ടു. ഇപ്പം നമ്മളിവിടുന്ന് ഇറങ്ങി ഇനി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. പക്ഷെ ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ഇന്ന് വീട്ടിൽ പോവുക. അപ്പം ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കാം. അങ്ങനെ കടവന്തരയിൽ നിന്ന് നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നത് എറണാകുളം സൗത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിലാട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ തന്നെ നമുക്ക് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ട്രെയിന് ഇതുവരെ ഇല്ലാത്ത തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടാട്ടോ സീറ്റ് കിട്ടിയത്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് അതിൻ്റെ സൈഡിലുള്ള സീനറി വിഷ്വൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ പുഴകളൊക്കെ കാണാൻ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ട്രെയിൻ യാത്രയൊക്കെ എൻജോയ് ചെയ്തിരിക്കെ നമ്മൾ നാടെത്തി. വീട്ടിൽ വരുന്നതിനെക്കാട്ടിലും എക്സൈറ്റ്മെൻറ്റ് പിന്നെ എന്താണ്. ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്ത് നാടെത്തി. അമ്മച്ചിയുടെ വീട്ടിലോട്ടാണ് പോണേ. പക്ഷെ ഞാൻ വീട്ടിൽ പോകുമെന്നറിയാം, പക്ഷെ എത്തിയ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഐ തോട്ട് ഓക്കെ, ഞാൻ പോകുമ്പോൾ നീ വന്നോ എന്ന് ചോദിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അമ്മച്ചി ആയതുകൊണ്ട് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ബട്ട് ദെൻ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. അപ്പം ഇതേപോലെ അമ്മച്ചിയുടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ലൈക്ക് ഇവിടെ കുഞ്ഞിലൊക്കെ ഞാൻ വളർന്നത്. കുഞ്ഞിലത്തെ ഞങ്ങളുടെ വീടായിരുന്നു. അങ്ങനെ നമ്മളപ്പോൾ വീടെത്തി. നമുക്ക് അമ്മച്ചിയുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഗേറ്റ് തുറക്കോ. കറക്റ്റാ വന്ന്. ഇത് ദൂരെന്നുള്ള ട്രെയിനാ. ദൂരെ എവിടെന്നാന്നറിയില്ല. നോർത്തുനിന്ന് എവിടുന്ന് പറഞ്ഞാ. വീട്ടിലെത്തി കണ്ടോ, ആകെ ടയേർഡായി. ഇനി കുളിക്കണം, ഫ്രഷ് ആവണം, എന്നിട്ട് ഫുഡ് കഴിക്കണം. അപ്പം ചിലപ്പോൾ ഇതായിരിക്കും എൻഡിങ് വ്ളോഗ്. അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കുന്നതും കൂടി കാണിച്ചു തരാം. അപ്പോൾ 12 hours അതാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്ന കരുതിയത്. നമുക്ക് ബാക്കി കാര്യം നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാൻ പോവാം ഡിന്നർ. ചില്ലി ചിക്കൻ. ഇത് ഇവരുടെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ സൈഡ് ബിരിയാണിയാ, പേരെനിക്കറിയില്ല. പക്ഷേ പാലക്കാടൻ ബിരിയാണി. പാലക്കാടല്ല, തമിഴ്നാടാണ്. എങ്ങനെയുണ്ട് അമ്മച്ചി? ചൂടുള്ളതുകൊണ്ട് പിന്നെ ഇതായിരിക്കും നല്ലതായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ഡിന്നർ കഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങണം. സോ ദാറ്റ് വാസ് ഓൾ അബൌട്ട് മൈ 12 hours in a day, or like 12 hours of my life എന്നൊക്കെ പറയാൻ പറ്റുമോ അറിയില്ല. 12 hours in a day. അപ്പം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി കുറച്ച് നേരം എടുത്തു, അല്ലെങ്കിൽ ചിലപ്പോൾ ഉറങ്ങാൻ പോകും. അങ്ങനെ ഒന്നും പ്ലാൻ ആയിട്ടില്ല. സോ until we meet again, bye.